ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡൽഹി എത്തിയിരിക്കുകയാണ്. ഇന്നിവിടെ മോട്ടോറോളയുടെ മറ്റേ റേസർ 40 അൾട്രയും 40യും ഇവിടെ തുറന്ന് കാണിക്കാൻ പോവുകയാണ് ഗൈസ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, ലിറ്ററലി തുറക്കാൻ പോവുകയാണ്. പ്രമാണിച്ച് നമ്മൾ ഡൽഹിയിലാണ്. നോക്കൂ ഗൈസ്, എന്ത് മനോഹരമായ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്ന് ഈ മനോഹരമായ പ്രോപ്പർട്ടിയിൽ വെച്ചിട്ടാണ് നമ്മുടെ മറ്റേ ഫോൺ അൺറിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ മിസ്റ്റർ പെർഫെക്റ്റ് ടെക്കും ശരത്ത് നിയോഗം കൊണ്ട് അവരൊക്കെ കൂടെ ഇപ്പോൾ ലഞ്ച് അടിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പിന്നെ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ തിരിച്ച് വന്നിരിക്കുകയാണ്. നമ്മളുടെ വെന്യൂവിലോട്ട് പതുക്കെ മന്ദം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ലേറ്റ്, ഓൾറെഡി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ. യെസ്, നമ്മളുടെ കയ്യിൽ മോട്ടോ റൈസറിന്റെ ഇത് മോട്ടോ റൈസർ 40 ആണ്. 40 അൾട്ര അപ്പുറത്തെ റൂമിലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പോവാം. സോ എനിക്ക് സത്യം പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഒരു ഫീലിംഗ്, ഈ ഫോൺ 60,000 റുപ്പീസ് ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗന്റെ 7th Gen 1 ചിപ്സെറ്റ് തുടങ്ങിയത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ലെതർ ഫിനിഷ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഒരു ലെതർ ഫിനിഷും, പിന്നെ ഇവിടെ ഒരു ചെറിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അകത്ത് 144 ഹെർട്സിന്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇങ്ങനെ ചോപ്പ് ചെയ്യുമ്പോൾ ഫ്ലാഷ് ഓൺ ആവുക. പിന്നെ നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആവും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ഫോം ഫാക്ടർ ആണ് വരുന്നത്. ആൻഡ് ഈവൻ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴും ഞാൻ സി ഫ്ലിപ്പിൽ നിന്ന് മിസ് ചെയ്യുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്, ഈ ഒരു സി ഫ്ലിപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും സ്ലിം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ക്രീസ് ഉണ്ട്, എന്നാ ക്രീസ് ഇല്ല. നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട് ഇപ്പൊ നമുക്കിപ്പോ ഇങ്ങനെയൊക്കെ ഇവിടെ കൂടെ ഒക്കെ മറ്റേ സി ഫ്ലിപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇന്ന് ആക്കുമ്പോൾ തന്നെ ഭയങ്കര എവിഡന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ക്രീസ്. ഇവിടെ ആ ക്രീസ് ഒട്ടും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആൻഡ് ഫ്രണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് നമുക്ക് ബാക്ക് ക്യാമറ വെച്ച് എടുക്കാൻ പറ്റും. ആൻഡ് 64 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ ആണ് വരുന്നത്. അൾട്രാ വൈഡും ഉണ്ട്. ആൻഡ് ഇത് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റും. പക്ഷെ ഇവിടുത്തെ സ്ക്രീൻ ഇത്രയേ ഉള്ളൂ, ചെറുതാണ്. മറ്റതിന്റെ സ്ക്രീനാണ് സത്യം പറഞ്ഞാൽ കാണേണ്ട സാധനം. ആൻഡ് ലൈക്ക് ഐ സെഡ്, ഈ ഒരു ഫോൺ ആൾക്കാർ എടുക്കാൻ വളരെ സാധ്യതയുണ്ട്. ഒന്ന് 60,000 റുപ്പീസ് ആണ് ഇതിന്റെ ഇത് പ്രൈസ് വരുന്നത്. ICICI ബാങ്കിന്റെ ഒക്കെ ഓഫർ വരുമ്പോൾ ഇനിയും പ്രൈസ് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ June 15th ഈ ഫോൺ നമുക്ക് കിട്ടുന്നത്, അവൈലബിൾ ആവാൻ പോകുന്നത്. പിന്നെ റിലയൻസിന്റെ ഡിജിറ്റലി പോയാലും നമുക്ക് ഫോൺ ഇൻ ഹാൻഡ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ലൈക്ക് ഐ സെഡ്, ഈ ഫോണ് 60,000 ഐ തിങ്ക് ഇറ്റ്സ് വർത്ത്. ഇപ്പൊ നിങ്ങൾക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷേ സെയിൽ സമയത്ത് ചിലപ്പം ഈ ഫോണിന്റെ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. സോ ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് പീപ്പിൾ ആർ ഗോണ ടേക്ക് ദിസ് ഫോൺ. ഒരു ഒരു വലിയൊരു സെയിൽ ഇതിന് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇതാണ് മോട്ടോ റൈസർ 40. നമുക്കിനി 40 അൾട്ര പോയി കാണാം. ഹലോ, കുറച്ച് സ്റ്റൈലിഷ് ആവാം. ബിക്കോസ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. മോട്ടോറോള റൈസർ 40 അൾട്ര. കുറച്ച് വലിയ പേരായി പോയി, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് കാണുന്നത് പോലെ തന്നെ ഫുൾ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. ആൻഡ് ഇത് 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും 1100 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ്സും ആണ് വരുന്നത്. ആൻഡ് ഓപ്പൺ ചെയ്യുമ്പോൾ 165 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. യെസ്, 165 ഹെർട്സിന്റെ ഡിസ്പ്ലേ. ആൻഡ് അകത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 8+ Gen 1. സോ പവർഫുള്ളും ആണ്. എന്നാൽ അണ്ണൻ കൊള്ളാം. അണ്ണന്റെ ഈ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടുള്ള പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. അതായത് നമുക്ക് നല്ല കിട്ടലമായിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോസ് ഇത്രയും ഗംഭീരമായിട്ട് കിട്ടും. ആൻഡ് നമുക്കിത് അൾട്രാ വൈഡിലോട്ടും ഡാം മാൻ, ഫ്രണ്ട് സ്ക്രീൻ ഒരു രക്ഷയില്ല. 5 കാണിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യും. ഇതിൽ തന്നെ നമുക്ക് പ്രിവ്യൂവും ചെയ്യാൻ പറ്റും. PUBG, അതുപോലെ യൂട്യൂബ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ ഇരുന്ന് കാണാം. അപ്പം വാട്സാപ്പ് യൂസ് ചെയ്യാനാണെങ്കിലും ഗെയിം കളിക്കാനാണെങ്കിലും ഇതിൽ തന്നെ ചെറിയ കുറെ ഗെയിംസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ പഴയ മറ്റേ ഈ ബോൾ ഉരുട്ടിയിടുന്ന ഗെയിം ഉണ്ടല്ലോ, ഈ ഗെയിം ഒക്കെ ഉണ്ട്. സോ ഇറ്റ് ഈസ് ഫൺ. നമുക്ക് ഡയലർ പാഡ് എടുക്കാം, അതുപോലെ നമുക്ക് കോണ്ടാക്ട് സെർച്ച് ചെയ്യാം എന്ന് പറയേണ്ട സകല സാധനങ്ങളും നമുക്കൊരു
സാധാരണ ഫോണിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് പ്രത്യേകത ഓഫ് ദിസ് പെർട്ടിക്കുലർ ഫോൺ. ആൻഡ് ഇതിന്റെ പ്രൈസ് 90,000 ആണ്. ഇതും 15-ാം തീയതി നമുക്ക് ആമസോൺ വഴി മേടിക്കാൻ പറ്റും. അത് മാത്രമല്ല റിലയൻസ് ഡിജിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇത് ഇൻ ഹാൻഡ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു വളരെ കിടിലം, ഞാൻ പറഞ്ഞു ഒത്തിരി സ്ലിം ആയിട്ടുള്ള നല്ല ഒരു ഫോം ഫാക്ടർ ആണ് ഇതിൽ വരുന്നത്. ആൻഡ് മാൻ ദിസ് ഫ്രണ്ട് സ്ക്രീൻ is just amazing. And style statement മറ്റേ പണ്ട് കാലത്ത് ഷാറുഖ് ഖാൻ ഡോൺ സിനിമയിൽ യൂസ് ചെയ്തതാണ് റൈസർ. അന്ന് കുറെ കച്ചവടം ചെയ്തതാണ്. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു ഫ്ലിപ്പ് ഫോൺ കണ്ടിട്ട് എനിക്ക് ഞാൻ വാവ് എന്ന് പറയുന്നത് ഈ ഫോണായിരിക്കും. കോമ്പറ്റീഷൻ എൻ്റെ പുറകെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം എന്തായാലും. ബട്ട് ഇതിന്റെ ഒരു മജന്ത കളറുണ്ട്, മജന്ത അല്ല എന്തൊരു വീവ മജന്ത അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കളറുണ്ട്, ഒരു രക്ഷയില്ലാത്ത റെഡ് ആണ്. സോ ദിസ് ഫോൺ ഫീൽസ് ഡാം ഗുഡ് ഇൻ യുവർ ഹാൻഡ്. ഇതിൽ കേസ് ഇട്ട് വെറുപ്പിക്കില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളവർ മാത്രം യൂസ് ചെയ്യുക. ഇവിടെയും ഗ്രീസിന്റെ സിറ്റുവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം നമുക്ക് ഗ്രീസ് കാണാൻ പറ്റുന്നില്ല. ആൻഡ് നമ്മൾ വളരെ നോക്കണം ഗ്രീസിന്. ഗ്രീസ് അവിടെ ഉണ്ട്, പക്ഷേ ഗ്രീസ് ഉണ്ട് എന്നാലും കമ്പയർ ടു ദ കോമ്പറ്റീഷൻ ഇസ് വെരി ലെസ്. സോ മോട്ടോറോളയുടെ UI വേണ്ടവർക്കും ആൻഡ് ഇതുപോലെ ഫോൾഡ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഈ ഒരു ഫോൺ ഡെഫിനറ്റ്ലി എടുക്കാം. സോ ദിസ് ഇസ് the phone. Polisa, kola, okay, done.